എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് നാം എല്ലാം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ത്രിവർണ്ണ പതാക ഉയർത്തി നാം രാജ്യത്തിന് ആ ഫ്ലാഗിൽ നിന്ന് രാജ്യത്തിന് സല്യൂട്ട് ചെയ്യുന്നു. എല്ലാ ദേശത്തുള്ളവരും ഇന്ന് ഈ ദിവസത്തെ അഭിമാനപൂർവ്വം സ്മരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നാം ഇന്നത്തെ ദിവസത്തിൽ വർഷങ്ങൾക്ക് മുമ്പായി ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി പൊരുതിയവരും അതിനുശേഷം ഈ രാജ്യത്തെ നയിച്ചവരുമായ ഒത്തിരി നമ്മുടെ നേതാക്കന്മാരും രാഷ്ട്രതലവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ദീർഘവീക്ഷണമുള്ള പ്ലാനിങ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളുടെ ഫലമായിട്ടാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നാം അറിയപ്പെടുന്നതും ഇന്ത്യ എന്നുള്ള പേര് എല്ലാവരുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചതും. അത് ഇന്നത്തെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഇന്നലത്തെ ഭരണകൂടത്തിനോ അല്ല. ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ നാൾ മുതൽ ഇന്ന് വരയ്ക്കും ഈ രാജ്യം ഭരിച്ച എല്ലാ നേതാക്കളുടെയും പങ്ക് നാം വിസ്മരിക്കപ്പെടരുത്. എന്നാൽ ചില നേതാക്കന്മാർ അവർ വിസ്മരിക്കപ്പെടുന്നു. ഇനി നാളെ മോദിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ മോദിക്ക് ശേഷം വരുന്നവരെ വിസ്മരിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ മോദി വരെയുള്ള കാലം വരെയുള്ള ആ നേതാക്കന്മാർ ആ ഗണത്തിൽപ്പെടുന്നു. ഒന്ന് മാത്രം മനസ്സിലാക്കണം, നാം ഇനിയും ഏറെ മുന്നേറേണ്ടിയിരിക്കുന്നു. ആരോഗ്യപരമായും തൊഴിൽപരമായും ഏത് രീതിയിലും നമുക്ക് വളർച്ച കൂടുതൽ ആവശ്യം വേണ്ടൊരു സമയമാണ്. നാം സ്വന്തം കാലിൽ നിൽക്കേണ്ടവരാണ്. ആയതിനാൽ മുൻ രാജ്യങ്ങൾ ഭരിച്ചവർ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ജയ് കിസാൻ ജയ് ജവാൻ. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. കാരണം കിസാൻ, അതായത് കൃഷിക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ. അതുപോലെ ജവാന്മാർ, സൈനികർ ഉണ്ടെങ്കിൽ മാത്രമേ നാം സുരക്ഷിതരാകത്തുള്ളൂ. ഇവരെ രണ്ടുപേരും വളരെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. സുരക്ഷിതവും ഭക്ഷണവും ഇവരെ നാം എപ്പോഴും ഓർക്കണം, സ്മരിക്കണം. ഒരു കൃഷിക്കാരനെ സാധാരണ രീതിയിലുള്ള കൃഷിക്കാരനായി കാണരുത്. ഒരു തോക്കുധാരിയെ, ഒരു പട്ടാളക്കാരനായി മാത്രം കണ്ടത്. അവർ രാജ്യസുരക്ഷയുടെ ഭാഗമായി പ്രകൃതിയെ, ഏത് പ്രകൃതിക്ഷോഭത്തെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തി കാക്കുന്നു. ഇതുപോലെ ചൂട്ടുപൊള്ളുന്ന വെയിലിൽ ഈ കൃഷിയിടങ്ങളിൽ തലയൊരു തലപ്പാവും കെട്ടി അങ്ങേയറ്റം അധ്വാനിച്ചെങ്കിൽ മാത്രമേ നാം ഇന്ന് കഴിക്കുന്ന നല്ലൊരു ആഹാരം നമുക്ക് കിട്ടൂ. ഇതൊക്കെ നാം ഓർക്കണം. ഒന്ന് പറയാനുള്ളത്, ഭരണം ആരും ആയിക്കോട്ടെ, ഭരണപക്ഷം നല്ല രീതിയിൽ പ്രവർത്തിക്കണം. എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും അതിന് അപാകതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം യന്ത്രമല്ല, മനുഷ്യനാണ്. മനുഷ്യൻ ചിന്തിച്ച് ഓരോന്നും ചെയ്യുന്നു. അതിലുണ്ടാകുന്ന അപാകതകളെ പ്രതിപക്ഷം തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് പാർലമെൻറ്റിലായാലും ഇവിടെ ആയിരുന്നാലും അത് തുറന്നു പറയണം. അത് തുറന്നു പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം ഭരണപക്ഷം കൊടുക്കണം. അത് തുറന്നു പറയുന്നതിൻ്റെ അതിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഭരണപക്ഷം ഏറ്റെടുക്കണം. അതിനെ സ്വാഗതം ചെയ്യണം. അതിനെ നിരുത്സാഹപ്പെടുത്തരുത്. അത് ഭരണപക്ഷമാണ്, ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യും, ആ ഒരു ഹുങ്ക് പാടില്ല. അത് തെറ്റാണ്. ഒപ്പം അനാവശ്യമായ ആരോപണങ്ങൾ പ്രതിപക്ഷവും ഉയർത്താൻ പാടില്ല. ശരിയും തെറ്റും രണ്ടു കൂട്ടരിലും കാണാം. അതിനെ ഏകോപിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൻ്റെ മുൻഗണനയിൽ ഒന്നാം സ്ഥാനത്ത് എത്തപ്പെടാൻ സാധിക്കൂ. അതെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നാം എത്ര കണ്ട് വളർന്നോ ആ വളർച്ചയുടെ എല്ലാം ആധികാരികത, അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ ഇന്നലെയുള്ള നേതാക്കന്മാർക്കും പൂർവികർക്കും ഇന്നലെ മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഭരിക്കുന്നവരുള്ളിൽ നിക്ഷിപ്തമാണ്.
അവർക്ക് വേണ്ട എല്ലാ പ്രചോദനവും നമ്മൾ കൊടുക്കേണ്ടതാണ്. അവർ തെറ്റുകൾ പലതും സംഭവിക്കാം, പല അപാകതകളും വരുത്താറുണ്ട്. അതിനെ നമ്മൾ പോയിൻ്റ് ചെയ്ത് പറയുക, അവരെ ശ്രദ്ധയിൽപ്പെടുത്തുക. ബട്ട് ഭരണം നയിക്കുന്നവർക്ക് ഈ രാജ്യത്തിലുള്ള 140-150 കോടി ജനങ്ങളെ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഒരു ചെറിയ ഭാഗമേ കണ്ടെത്താൻ പറ്റൂ. അവരുടെ മുന്നിൽ എത്തുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അവർ ഓരോന്നും ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം, പലയിടത്തും പല ബുദ്ധിമുട്ടുണ്ടാകുന്ന വംശീയ ബുദ്ധിമുട്ടാകുന്ന വർഗവെറി, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാകുന്നുണ്ട്. വലിയൊരു രാജ്യമാണ്. തെറ്റുകൾ സംഭവിച്ചുകൂടായികയില്ല. ബട്ട് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഭരണപക്ഷത്തു നിന്നുണ്ടാകേണ്ടത്. ഭരണപക്ഷത്തിന് നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കേണ്ടത്, അതിനു വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് പ്രതിപക്ഷവുമാണ്. പ്രതിപക്ഷം പറയുന്നതും ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ ശരിയും തെറ്റും ഭരണപക്ഷവും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഈ ജനത്തിൽ നമ്മുടെ ജനങ്ങളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട ആഹാരവും തൊഴിലും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യേണ്ടത് നാം തന്നെയാണ്. അതായത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഭരണപക്ഷവും. സോ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാവരും സ്മരിക്കേണ്ടതാണ്. നാം കൊടികളുടെ കീഴിൽ നിന്ന് സല്യൂട്ട് അടിക്കുന്നു. നമ്മൾ അങ്ങ് ഡൽഹിയിൽ ആ മൈതാനത്തിൽ നമ്മുടെ എല്ലാ ശക്തികളുടെയും പല കാര്യങ്ങളും നാം കാണിക്കുന്നു. പല നേതാക്കന്മാരും ഇന്ന് ഈ അസംബ്ലി ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കണ്ടു. നാം എത്ര കണ്ട് മുന്നേറിയെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതെല്ലാം ഇന്നുണ്ടായ മഴയ്ക്ക് കുരുത്തതല്ല, നാളുകൾക്കപ്പുറമുണ്ടായ ആ പ്രയത്നത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഫലങ്ങളാണ് എന്ന് നമുക്ക് ഈ ലെവലിൽ എത്താൻ പറ്റിയത്. സോ അവരെയും ഈ നിമിഷം നമ്മൾ സ്മരിക്കപ്പെടുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് ഡേയുടെ ആശംസകൾ. ജയ് ജവാൻ, ജയ് കിസാൻ. താങ്ക് യു.